ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഞാൻ സകല ജാതികളെയും ഇണക്കും, സകല ജാതികളെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 9-ാം വാക്യം. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്കും ദൈവ മക്കൾക്കും നൽകുന്ന ശ്രേഷ്ഠമായ വാഗ്ദത്ത വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ ദാസനായ അബ്രഹാം തന്റെ ബാല്യത്തിൽ തന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന അബ്രഹാം തന്റെ ബാല്യത്തിൽ തന്നെ തനിക്ക് ലഭിക്കുന്ന സമയമൊക്കെ കിന്നരം വായിച്ച ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയ ദാവീദ്, അവന്റെ ജീവിതത്തിൽ എല്ലാവരാലും ഒതുക്കപ്പെട്ട് കിടന്ന അനുഭവത്തിൽ നിന്ന് ദൈവമായ യഹോവ അവനെ കണ്ടു, അവനെ വിളിച്ചു. യോഗ്യന്മാര് അനേകര ദേശത്തിലുള്ള അനുഭവത്തിന്റെ നടുവിലും യോഗ്യന്മാരെ തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ രാജസ്ഥാനത്തോളം ദൈവത്താൽ ഉയർത്തപ്പെട്ടവനായ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി കടന്നു വന്ന സാമുവേലിന്റെ ചരിത്രം 16-ാമത്തെ അധ്യായത്തിൽ 1-ാം സാമുവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേലിന്റെ ഭവനത്തിലേക്ക് സാമുവേൽ പ്രവാചകൻ കൊമ്പിൽ അഭിഷേക തൈലവുമായി കടന്നു വരുമ്പോൾ സാമുവേലിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, യോഗ്യന്മാരുടെ ഒരു ലിസ്റ്റ്. ഇസ്രായേലിയുടെ 7 മക്കളുടെ ലിസ്റ്റ് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന് ഇവരിൽ ആരെങ്കിലും ഒരുവൻ യോഗ്യനായിരിക്കുമെന്ന് ചിന്തിച്ച ഒരു ലിസ്റ്റുമായിട്ട് ഇസ്രായേലിയുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സാമുവേൽ പ്രവാചകന്റെ കയ്യിലുള്ള അവന്റെ ലിസ്റ്റിൽ ദാവീദിന്റെ പേരില്ല. അപ്പന്റെ ഭവനത്തിലേക്ക്, ഇസ്രായേലിന്റെ ഭവനത്തിലേക്ക് സാമുവേൽ കടന്നു എന്ന് ഇസ്രായേലിന്റെ ഓരോ മക്കളുടെ പേര് പറയുകയാണ്. ഓരോ മക്കളുടെ പേര് പറയുമ്പോൾ അപ്പനായ ഇസ്രായേലിയുടെ കയ്യിലുള്ള ലിസ്റ്റിൽ പോലും തന്റെ മക്കളായ യോഗ്യന്മാരുടെ ലിസ്റ്റിൽ തന്റെ ഇളയ മകനാകുന്ന ദാവീദിന്റെ പേരില്ല. ആരുടെ ലിസ്റ്റിലും ദാവീദിന്റെ പേരില്ല. പക്ഷേ ദൈവത്തിന്റെ ലിസ്റ്റിൽ ദാവീദിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, പലരുടെ ലിസ്റ്റിലും പലരുടെ ചിന്തയിലും നമ്മുടെയൊക്കെ പേരില്ലാതെ പോയേക്കാം. മനുഷ്യന്റെ ചിന്തയിലും മനുഷ്യന്റെ ലിസ്റ്റിലും യോഗ്യന്മാരുടെ ലിസ്റ്റിലും നമ്മുടെയൊക്കെ പേരില്ലാതെ പോയാലും ഭാരപ്പെടേണ്ടതില്ല. സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളും ഞാനും ഉണ്ടെങ്കിൽ, അവന്റെ വലങ്കരത്തിൽ നമ്മെ അവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ടതില്ല. മരുഭൂമിയുടെ നടുവിൽ കിടന്നാലും ഒരിക്കൽ നിശ്ചയമായും അവൻ നമ്മെ സിംഹാസനത്തോളം ഉയർത്തുന്ന ഒരു സുദിനമുണ്ടെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ഏകാന്തതയുടെ നടുവിൽ ആരാധനയിൽ പ്രിയപ്പെട്ട ദാവീദിന്റെ ആരാധനയും പ്രാർത്ഥനയും വിശ്വസ്തതയും കണ്ട് ദാവീദിനെ ഇസ്രായേലിന്റെ സിംഹാസനത്തോളം ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദാവീദിന്റെ ഹൃദയത്തിൽ ഒരിക്കലൊരു വലിയ ആഗ്രഹമുണ്ടായി. താൻ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ, എന്റെ ഹൃദയത്തിലൊരു വലിയ ആഗ്രഹമുണ്ട്. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യന്മാരുടെ നടുവിൽ യോഗ്യതയില്ലാത്ത എന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത് ഒരു സിംഹാസനവും ഒരു ചെങ്കോലും എന്നെ വിശ്വസിച്ച് നൽകിയ എന്റെ ദൈവത്തിന് ഞാനൊരു മനോഹരമായ ആലയം പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഹൃദയപ്രകാരം മനോഹരമായ ഒരു ആലയം ഞാൻ ദൈവത്തിന് വേണ്ടി പണിയും. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ദാവീദേ രാജാവേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെയൊക്കെ
സംഭവിക്കട്ടെ, ഈ ദൈവത്തിന്റെ ആലയം പണിതുകൊള്ളുക. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നാഥാനെ, ആമേൻ, ദാവീദ് എനിക്കൊരാലയം പണിയുകയില്ല. കാരണം അവന്റെ കരം, അവൻ രക്തച്ചൊരിച്ചിലിന്റെ കരമാണ്. അവന്റെ കരം യുദ്ധം ചെയ്ത കരമാണ്. അതുകൊണ്ട് ആ കരങ്ങൾ കൊണ്ട് ഞാനൊരു ആലയം പണിയുകയില്ല, പണിയുവാൻ അനുവദിക്കുകയില്ല. അവന്റെ കരം കൊണ്ട്, അവന്റെ പണം കൊണ്ട്, അവന്റെ ബുദ്ധി കൊണ്ട്, അവന്റെ കഴിവ് കൊണ്ട് ഒരുപക്ഷെ എനിക്കൊരാലയം പണിതാലും ആ ആലയത്തിന്റെ അകത്ത് ഞാൻ വസിക്കുകയില്ല. എന്നാൽ ഞാൻ അവന്റെ മകനാകുന്ന ശലോമോന്റെ കരങ്ങളാൽ എനിക്ക് എന്റെ ദൈവത്തോട് ഇടപെടേണ്ടതിന് ഞാനൊരു ആലയം പണിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവൻ നാഥാൻ പ്രവാചകൻ മൂലം ദാവീദിനോട് അവൻ ചെയ്യുകയാണ്. ഇപ്പോ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവൻ ശലോമോൻ യഹോവയ്ക്കൊരു ആലയം പണിതു. നമുക്ക് സംഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അവൻ രാജാക്കന്മാരുടെ പുസ്തകത്തിലും അവൻ ആവർത്തന പുസ്തകത്തിൽ, ദിനവൃത്താന്ത പുസ്തകത്തിലുമൊക്കെ നമുക്ക് ഈ സംഭവങ്ങളെ കുറിച്ച് നന്നായി കാണുവാൻ സാധിക്കും. 7 സംവത്സരങ്ങൾ കൊണ്ട് അതിമനോഹരമായ ആലയം യഹോവയ്ക്ക് വേണ്ടി ശലോമോൻ പണിതു. ആമേൻ. പൊന്നിനാൽ പൊതിയപ്പെട്ട്, അവൻ വളരെ മനോഹരമായി അലങ്കരിച്ച, അവൻ മുത്തുക്കളാൽ അലങ്കരിച്ച, ദേവദാരും മരത്താൽ അലങ്കരിച്ച, അങ്ങനെ മനോഹരമായ ഒരു ആലയം ദൈവത്തിനു വേണ്ടി ശലോമോൻ പണിതു. ദൈവത്തിനെ ശ്രദ്ധിക്കണമേ, അവൻ മനോഹരമായ ആലയം പണിതു. എല്ലാ ആലയത്തിന്റെ പണിയും പൂർത്തീകരിച്ചിട്ടും അവിടെ ദൈവസാന്നിധ്യം വ്യാപരിച്ചില്ല. പിന്നെയോ ദൈവത്തിന്റെ വചനം പറയുന്നു, ശലോമോൻ അവൻ 1,20,000 ആടുകളെയും 22,000 കാളകളെയും യഹോവയ്ക്ക് അവൻ യാഗപീഠത്തിന്റെ മേൽ യാഗമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, യാഗമർപ്പിച്ച് ശലോമോൻ ദൈവത്തിന്റെ പാദത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് അവൻ തീ, ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ആലയത്തിൽ തീ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, യാഗം അർപ്പിക്കുന്നവരുടെ നടുവിൽ സ്വർഗത്തിൽ തീ ഇറങ്ങും, തീ ഇറങ്ങണം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ സ്വർഗത്തിൽ സ്വർഗീയ തീ ഇറങ്ങണം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ലേവ്യർക്കും പുരോഹിതന്മാർക്കും അവൻ ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ആലയം ദൈവത്തിന്റെ തേജസ്സാൽ നിറയപ്പെട്ടു. സ്വർഗത്തിൽ തീയിറങ്ങി അവൻ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ തേജസ് ദൈവസഭയുടെ അകത്ത് വ്യാപരിച്ചു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ സാധിക്കാതെ വണ്ണം ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ അവൻ ദൈവജനമേ, ഞാൻ പറയട്ടെ, ശുശ്രൂഷിക്കേണ്ടത് ദൈവദാസന്മാരല്ല, ശുശ്രൂഷിക്കേണ്ടത് പുരോഹിതന്മാരല്ല, പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടം ഈ നാളുകളിൽ ദൈവസഭയുടെ നടുവിൽ വീണ്ടും പുനരാരംഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ അവൻ ദൈവസഭ. എന്നാൽ നമുക്കറിയാം, ഞാൻ ചരിത്രം ഒത്തിരി പറയാൻ സമയമെടുക്കുന്നില്ല. ആമേൻ. അങ്ങനെ ദൈവത്തിന്റെ തേജസ്സേറിയ മഹത്വപൂർണമായ ദൈവസഭ നാളുകൾ കഴിഞ്ഞപ്പോൾ ശലോമോൻ പ്രാർത്ഥനയിൽ, ആമേൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച ശലോമോന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയി. ശലോമോൻ അന്യജാതി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ശലോമോൻ അവൻ അന്യാരാധകനായി തീർന്നത് കൊണ്ട് അവന്റെ മരണശേഷം വചനം പറയുന്നു, ഇസ്രായേൽ 2ആയി വെട്ടിമുറിക്കപ്പെട്ടു, 2ആയി വിഭാഗിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേരിലും 2 ഗോത്രങ്ങൾ യഹൂദ എന്ന പേരിലും വിഭാഗിക്കപ്പെട്ടു. ഇസ്രായേൽ ദേശം എന്നുവരെ ഐക്യതയോടെ ഒരു മനസ്സോടെ ആമേൻ ഒരുമിച്ച് നിന്നു, അന്നുവരെ ഒരു ശത്രുവിനും ദൈവസഭയെ തൊടുവാൻ സാധിച്ചില്ല. ആമേൻ. സ്തോത്രം. ശൗലിന്റെ കാലഘട്ടത്തിൽ പല പ്രതികൂലങ്ങൾ, അനുസരണക്കേടുകൾ ശൗലിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ശൗലിന്റെ കാലഘട്ടത്തിൽ ഒരു ശത്രുവിനും ആമേൻ ദൈവസഭയെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ഇസ്രായേൽ ജനം ഒരുമിച്ച് നിന്നു. ദാവീദിന്റെ കാലഘട്ടത്തിൽ ജനം ഒരുമിച്ച് നിന്നു. ആമേൻ. പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് ആമേൻ ജനത്തെ ജയിക്കാൻ സാധിച്ചില്ല. ശലോമോന്റെ
ജനം, ഇസ്രായേൽ ജനം എന്ന രണ്ടായി വിഭാഗിക്കപ്പെട്ടുവോ, ഇപ്പോൾ ഇസ്രായേലും യഹൂദയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി. അവർ തമ്മിൽ മത്സരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ രാജാവ് തന്ത്രപരമായി പടയെടുത്തു വന്നു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ ദൈവസഭയെ സ്തോത്രം, അതിന്റെ മതിലുകളെ തകർത്തു കളഞ്ഞു, ദൈവസഭയെ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ആലയത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. കാരണം ദേശത്തിന്റെ ഇസ്രായേലിന്റെ വിഭാഗീയത, ഇസ്രായേലിന്റെ ഐക്യമില്ലായ്മ, അങ്ങനെ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, 70 സംവത്സരങ്ങൾ ഇസ്രായേൽ ജനം ബാബിലോണിലെ അടിമകളായി തീർന്നു. ബാബിലോണിന്റെ അടിമത്തത്തിൽ 70 സംവത്സരങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജനം ആദ്യമായി നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വരികയാണ്. യെരൂശലേം ദേവാലയം പുതുക്കി പണിയാം, എന്നാൽ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പിന്നീട് സെരുബ്ബാബേലിന്റെയും യോശുവയുടെയും നേതൃത്വത്തിൽ, പുരോഹിതനായ യോശുവയുടെയും നേതൃത്വത്തിൽ വീണ്ടും ഒരു കൂട്ടം ജനം കടന്നു വരികയാണ് ഒരുമിച്ച് സഭ പണിയുവാൻ. എന്നാൽ സ്തോത്രം, സൻബല്ലത്തും തോബിയാവും ഒരുമിച്ച് ദൈവസഭയുടെ പണിക്ക് വിരോധമായി എഴുന്നേറ്റ ഈ സഭ പണിത പൂർത്തീകരിക്കാൻ സാധിക്കയില്ല എന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്നത് കണ്ട് ജനം ക്ഷീണിച്ചു പോയിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇത് എങ്ങനെ പണിയും, ഞങ്ങൾ ഇതെങ്ങനെ പൂർത്തീകരിക്കും, ഞങ്ങൾ ഇതെങ്ങനെ തീർക്കും, ഞങ്ങളുടെ ദർശനം എങ്ങനെ നിറവേറും എന്ന് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഹഗായി പ്രവാചകൻ മൂലമായി ദൈവസഭയ്ക്ക് നൽകിയ ദൂതാണ് ഇന്ന് രാത്രികാലം നാം വായിച്ചു കേട്ടത്. 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഈ ആലയത്തെ കൊണ്ട് പണിത് പൂർത്തീകരിക്കാൻ എങ്ങനെ സാധിക്കും? ഈ വലിയ പണി എങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കും? ഞങ്ങളെ പണിത് സാധിക്കുമോ എന്ന് ഭാരപ്പെട്ടു നിന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമാക്കി തീർക്കും. സ്തോത്രം, മുമ്പുണ്ടായിരുന്ന ആലയത്തെക്കാൾ, അതിന്റെ 9-ാമത്തെ വാക്യം, ഈ ആലയത്തിന്റെ ഭിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ആലയത്തിന്റെ മഹത്വത്തെക്കാൾ വലുതായ മഹത്വമുള്ള ഒരു ആലയം പണിത ഉയർത്തുവാൻ എന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ടോ എന്ന് ക്ഷീണിച്ചിരിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. സ്തോത്രം, ഈ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരാലയം, മഹത്വപൂർണമായ ഒരാലയമായി ഈ ആലയം തീരണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ആലയം ആയി തീരണമെങ്കിൽ ആ ആലയം എങ്ങനെ ഉള്ള ആലയമായിരിക്കണം? എങ്ങനെയായിരിക്കണം? നമുക്ക് വേഗം മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം, അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 12-ാമത്തെ വാക്യം, യേശു ദൈവാലയത്തിൽ ചെന്നു. യേശു ദൈവാലയത്തിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. മഹത്വമേറിയ സഭയായി ദൈവസഭ മാറണമെങ്കിൽ ഒന്നാമതായി സംഭവിക്കേണ്ടത് യേശു ആലയത്തിനകത്ത് പ്രവേശിക്കണം. ആലയം സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ആലയം മനോഹരമായി നിൽക്കുന്നുണ്ട് വർഷങ്ങളായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ യെരൂശലേം ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്. ആലയത്തിൽ യാഗപീഠമുണ്ട്. ആലയത്തിൽ മുടങ്ങാതെ യാഗം നടക്കുന്നുണ്ട്. ആലയത്തിൽ പുരോഹിതന്മാരുണ്ട്. ആലയത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ നടക്കുന്നുണ്ട്.
ആമേൻ. ആലയത്തിൽ ആരാധനകൾ നടക്കുന്നുണ്ട്, ആലയത്തിൽ പ്രാർത്ഥന കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. ഒന്നിനും കുറവില്ല. ആമേൻ. എല്ലാമുണ്ട്. യാഗമുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, കുടിവരവുണ്ട്. ആമേൻ. പുരോഹിതന്മാരുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ വചനം പറയുന്നു ആലയത്തിൽ യേശു ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്ത്യസഭയായ ലവോദിക്യ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് അരുളി ചെയ്യുന്നത്: കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഒരുവൻ എന്റെ ശബ്ദം കേട്ട് കതക് തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ അകത്ത് ആരാധനകൾ നടക്കുന്നുണ്ട്, ദൈവസഭയുടെ അകത്ത് കൂട്ടായ്മകളുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആലയത്തിനകത്ത് പുരോഹിതന്മാരുണ്ട്, ആലയത്തിന്റെ അകത്ത് പ്രാർത്ഥനാ വീരന്മാരുണ്ട്, ആലയത്തിന്റെ അകത്ത് യോഗ്യന്മാരുണ്ട്, ആലയത്തിന്റെ അകത്ത് അഭിഷിക്തന്മാരുണ്ട്. പക്ഷേ ആലയത്തിൽ യേശുവില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു യേശു ആലയത്തിൽ ചെന്നു പ്രവേശിച്ചു. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, നാമാകുന്ന ദൈവസഭ, ഞാനൊരു കെട്ടിടത്തെ കുറിച്ചല്ല പറയുന്നത്, നാമാകുന്ന ദൈവസഭ ആമേൻ എപ്പോഴും യേശു കൂടെയുള്ള ദൈവസഭയായി മാറട്ടെ എന്ന് ഇന്ന് രാത്രികാലം ദൈവസഭയോട് ഞാൻ ദൂതറിയിക്കുകയാണ്. ഒരിക്കൽ യേശു അകത്ത് വന്നു കഴിഞ്ഞാൽ, ഒരിക്കൽ യേശുവിനെ നാം ക്ഷണിച്ചു കഴിഞ്ഞാൽ, പിന്നെ നാം പറഞ്ഞു വിടാതെ അവൻ നമ്മെ വിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും നമ്മെ കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കാതെ ഇരിക്കുമ്പോ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര സുഗമമായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ആമേൻ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് ആയിരക്കണക്കിന് ജനങ്ങളെ 5 അപ്പവും 2 മീനും കൊടുത്ത് ആമേൻ അവരെ തൃപ്തരാക്കിയിട്ട് ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്: അക്കരയ്ക്ക് പോകണം. അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു എന്നാണ് വചനം കാണുന്നത്, വചനത്തിൽ കാണുന്നത്. സ്തോത്രം. നമുക്ക് ഞാൻ ഈ വാക്യമൊക്കെ വായിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ വല്ലാത്ത സംശയം തോന്നി. ആമേൻ. വചനം പറയുന്നു ഗലീല കടലിന്റെ നടുക്ക് യഹൂദന്മാരെ, നാളെ കർത്താവായ യേശുക്രിസ്തു ക്രൂശ് അവൻ ചുവന്ന ക്രൂശിൽ മരിച്ചാലും യേശുക്രിസ്തു അവൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു വലിയ ശുശ്രൂഷ നിറവടിയായി ചെയ്ത് തീർക്കേണ്ടതിന് കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശിഷ്യന്മാരാണ് ഈ കടലിൽ കൂടെ പുറപ്പെട്ടു പോകുന്നത്. അത് മാത്രമല്ല, കർത്താവ് പറയുന്നത് അക്കരെ പോകണമെന്ന് എന്ന് പറഞ്ഞാൽ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ അക്കരെ ഒരു വലിയ ശുശ്രൂഷ ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ശിഷ്യന്മാർ അക്കരെ നിന്ന് കഴിഞ്ഞാൽ അവിടെ അനേക രോഗികൾ അവരുടെ മൂലമായി സൗഖ്യം പ്രാപിക്കണം. ശിഷ്യന്മാർ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അനേക ഭൂതങ്ങൾ ആമൻ ശിഷ്യന്മാർ മൂലമായി ആമൻ വിട്ടുപോകേണ്ടതുണ്ട്. ഇങ്ങനെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അക്കരയ്ക്ക് കർത്താവ് ഇവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പ്രാണനാഥനായ കർത്താവിന് അറിയത്തില്ലേ, എന്റെ ശിഷ്യന്മാരെ ഈ ഗലീല കടലിന്റെ നടുക്ക് അവരെ മുക്കിക്കളയുവാൻ ദുഷ്ടപിശാച് അക്കരെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്നുണ്ടെന്ന് കർത്താവിന് അറിയത്തില്ലേ? അങ്ങനെ ചിന്തിക്കുക. അവൻ യേശുക്രിസ്തുവിന്റെ നിർബന്ധത്താൽ ഇക്കരെ നിന്ന് ഇവർ പടക് കയറി അക്കരയ്ക്ക് പോകാൻ തുടങ്ങുമ്പോ അക്കരെ നിന്ന് ഒരു കൂട്ടം പൈശാചിക കൂട്ടങ്ങൾ ഇക്കരയ്ക്ക് യാത്ര പുറപ്പെടുകയായി. എന്ത്? ഇവരെ അക്കരെ എത്തിക്കരുത്. ദൈവജനമേ, വിളിച്ചവന്റെ വിളിതികപ്പാൻ നമ്മെ അക്കരെ എത്തിക്കാതിരിക്കുവാൻ അവൻ ഏതെല്ലാം ഭൂതത്തിന്റെ കൂട്ടങ്ങൾ, പിശാചിന്റെ കൂട്ടങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ വിളിക്കപ്പെട്ടവർക്ക് വിരോധമായി കടന്നു വന്നാലും ഒന്ന് ഞാൻ പറയാം, കർത്താവ് അതിനെ പറയുന്നു, യേശു ക്രിസ്തു അവരെ നിർബന്ധിച്ച് അക്കരെ പറഞ്ഞയച്ചിട്ട് പകൽ മുഴുവനുള്ള അധ്വാനമല്ലേ, അല്പസമയം എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന് യേശു ക്രിസ്തു ചിന്തിച്ചില്ല. സാധാരണയൊക്കെ ഈ ഞായറാഴ്ചയൊക്കെ പാസ്റ്റർ എങ്ങനെ എനിക്കറിയത്തില്ല,
എന്നെയൊക്കെ സംബന്ധിച്ച ഈ ശനിയാഴ്ച രാത്രിയിലൊക്കെ ഒത്തിരി നേരം എടുത്ത് പ്രാർത്ഥിക്കും. ഞായറാഴ്ച ആരാധന ലീഡ് ചെയ്യണം, ഞായറാഴ്ച ദൈവജനത്തിന് ആലോചന കൊടുക്കണം. അപ്പോൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ആഹാരം കഴിച്ച് കഴിയുമ്പോ ഞങ്ങൾക്കൊരു ആത്മാവിനൊരു വിവശത വരും. അത് ആത്മാവിന്റെ വിവശതയല്ല, ശരീരത്തിന്റെ വിവശതയാണ്. അവൻ എവിടെങ്കിലും പോകുന്ന കിടന്നാ മതി. ഫസ്റ്റ് തോന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഞായറാഴ്ചയാണ് ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും ഉറക്കം വരുന്ന സമയം. കാരണം ഈ ശുശ്രൂഷയൊക്കെ കഴിയുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം ശരീരത്തെ ബാധിക്കും. യേശു ക്രിസ്തു രാവിലെ മുതലുള്ള അധ്വാനമാണ്. നമ്മളൊക്കെ 1, 2, 3 മണിക്കൂർ ശുശ്രൂഷിച്ച് കഴിയുമ്പോ നമുക്ക് വല്ലാത്ത ക്ഷീണമാണ്. യേശു ക്രിസ്തു രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ശുശ്രൂഷിച്ചു. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികൾക്ക് സൗഖ്യം നൽകി, അത്ഭുതങ്ങൾ ചെയ്തു, സുവിശേഷം പ്രസംഗിച്ചു, വിശന്നിരുന്നവർക്ക് അപ്പവും ഈഴും കൊടുത്തു, അവരെ തൃപ്തിയാക്കി. ആമേൻ. ശിഷ്യന്മാരെ അക്കരപ്പുറത്ത് അയച്ചിട്ട് അല്പമെന്ന് തലചായ്ക്കാമെന്ന് ചിന്തിച്ചില്ല. വചനം പറയുന്നു, യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഒരു മലയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്? എന്തായിരിക്കും യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്? ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ആ മലയുടെ മുകളിലേക്ക് കയറി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുക, കർത്താവേ, ഞാൻ എന്റെ ജീവനെ പോലെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ശിഷ്യന്മാരെ ഞാൻ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ആമേൻ ദൗത്യം നിറവേറ്റുവാൻ സാധിക്കാതെ, പൂർത്തീകരിക്കാൻ സാധിക്കാതെ, അവരെ അക്കരെ എത്തിക്കാതെ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് ആമേൻ ഒരു പൈശാചിക സൈന്യം വരുന്നുണ്ട്. എന്നാൽ ആ പിശാചിന്റെ സൈന്യത്തിന്റെ കരത്തിൽ, ആ ദുഷ്ടപിശാചിന്റെ കയ്യിൽ എന്റെ മക്കൾ അകപ്പെട്ടു പോകാതെ വണ്ണം നീ അവരെ സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. ഇഹലോക ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ആമേൻ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്ന ഒരു തമ്പുരാൻ നമുക്ക് വേണ്ടി ഇന്നും ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആമേൻ നാം ജീവനോടെ ആയിരിക്കുന്നത് എന്ന് ദൈവജനം ഈ രാത്രിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇസ്രായേലിന്റെ പരിപാലകൻ, ഉറങ്ങുകയുമില്ല മയങ്ങുകയുമില്ല. നമ്മുടെ അനുഭവത്തിന്റെ നടുവിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, നമ്മുടെ 24 മണിക്കൂർ രാത്രിയും പകലും കർത്താവിന്റെ ദൃഷ്ടി നമ്മളോട് കൂടെയുണ്ട്. ഒരു സെക്കൻഡ് നമ്മുടെ ദൈവത്തിന്റെ ദൃഷ്ടി, കർത്താവിന്റെ ദൃഷ്ടി നമ്മളിൽ നിന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ നാം ഈ ലോകത്ത് ഭൂമുഖത്തുന്ന ജീവനോടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് ഒരിക്കൽ പിശാച് ദൈവത്തോട് പറഞ്ഞൊരു വാക്കോർമ്മയില്ലേ? ആമേൻ. പിശാച് ദൈവത്തിന്റെ അടുത്ത് കടന്നു ചെന്നപ്പോ ദൈവം ചോദിച്ചു, സാത്താനെ, നീ എവിടുന്ന് വരുന്നു? അവൻ പറഞ്ഞു, ആ ഭൂലോകമൊക്കെ ൂടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അവൻ ചോദിച്ചു, എന്റെ ദാസനാകുന്ന യോബിന്റെ വേണ്ടി ദൃഷ്ടി വെച്ചുവോ? അവൻ നീതിമാനാണ്, അവൻ ഉത്തമനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ ഭക്തനാണ്, അവൻ ദോഷം വിട്ടകന്നവനാണ്. നീ എന്റെ ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? നീ അവനെ തൊടാൻ ശ്രമിച്ചുവോ? അവൻ സാത്താൻ പറയുക, കർത്താവെ, ഞാനൊന്ന് ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല. കാരണം അവനെ തകർക്കുവാൻ ഞാൻ രാവും പകലും ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം നീ അവനും അവനുള്ളതിനും വേലി അടച്ച സൂക്ഷിക്കുന്നില്ലയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമുക്കുള്ള എല്ലാവറ്റിലെയും വേലി അടച്ച് സൂക്ഷിക്കുന്ന ഒരു തമ്പുരാന്റെ വേലി നമ്മോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഈ രാത്രികാലം ദൈവസഭയുടെ നടുവിൽ വന്നിരുന്ന സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത്. അതായത് സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ, എന്റെ ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു. അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വണ്ണം അവർക്ക് വിരോധമായി കടന്നു വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ജയിപ്പാനുള്ള കൃപ അവർക്ക് പകരണമേ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തമ്പുരാൻ, നമ്മെ കരുതുന്ന ഒരു തമ്പുരാൻ. സ്തോത്രം. അവിടെ ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, പടക് കരവിട്ട് ബഹുദൂരം സഞ്ചരിച്ചു.
യേശു ക്രിസ്തു ഇക്കരയിരുന്നു കൊണ്ട് യേശുവിന് ഈ പടക കാണുവാൻ സാധിക്കാത്ത വിധം ബഹുദൂരം ഈ പടക സഞ്ചരിച്ചു. ക്രിസ്തുവിന് പടകനെ കാണുവാൻ സാധിക്കുന്നില്ല. പടകം ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല ഇപ്പോൾ. എന്നിട്ടും വചനം പറയുന്നു, ശിഷ്യന്മാരെ നടുക്കടലിൽ കൊടുങ്കാറ്റ് മുക്കിക്കളയുവാൻ പദ്ധതിയിട്ട് വന്നപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു ക്രിസ്തു കടലിന്മേൽ നടന്ന് അവരുടെ അടുത്തെത്തി. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ്? യേശു ക്രിസ്തു പടകിനെ കണ്ടില്ലല്ലോ, ഈ പടകിനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. പടക ബഹുദൂരം യാത്ര ചെയ്തു പോയല്ലോ. പിന്നെയും യേശു എങ്ങനെ അറിഞ്ഞു ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമെന്ന്? രാത്രി പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മെ ആരും കാണുന്നില്ലെങ്കിലും നമ്മുടെ ജീവിത യാത്ര മുഴുവൻ നമ്മെ പിന്തുടരുന്ന 2 കണ്ണുകളുണ്ട്. നമ്മുടെ തമ്പുരാന്റെ കണ്ണുകളെന്ന് നാം മറന്നു പോകരുത്. അക്കരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് മൗനമായിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. നമ്മെ ഒരു ദൗത്യമേൽപ്പിച്ചിട്ട് വിശ്രമിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. സാധാരണ ദൈവദാസന്മാരൊക്കെ ഞങ്ങളൊക്കെ ഈ ഭവന സന്ദർശനത്തിന് വേണ്ടിയൊക്കെ പോകുമ്പോ ചില ഭവനങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോ അവരെന്തെങ്കിലും ചായയോ ആഹാരമോ ഒക്കെ തന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോ അവർ പറയും, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, പോയിട്ട് പോവാൻ, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ യാത്ര അയക്കും. അത് ഒരു കൂട്ടം. വേറെ ചിലരുണ്ട്, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തു പോകുമ്പോ വാതിൽക്കൽ വരെ പാസ്റ്റർമാരോട് കൂടെ വന്ന വാതിൽ തുറന്നു കൊടുത്തിട്ട് പാസ്റ്റർമാരെ യാത്ര അയക്കുന്ന 2ാമത്തെ ഒരു കൂട്ടമുണ്ട്. 3ാമത് മറ്റൊരു കൂട്ടമുണ്ട്. അവര് വാതിലും തുറന്ന് വെളിയിൽ വന്ന് കാറിന്റെ ഡോറും തുറന്ന് പാസ്റ്ററെ കാറിനകത്ത് കയറ്റിയിട്ട് പാസ്റ്ററെ നമുക്ക് വീണ്ടും കാണാം എന്ന് യാത്ര പറയുന്ന മറ്റൊരു കൂട്ടമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കാണാത്തതും കാണാൻ ആഗ്രഹിക്കുന്നതുമായ 4ാമത്തെ ഒരു കൂട്ടമുണ്ട്. പാസ്റ്റർമാരെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ വീട്ടിൽ നിന്ന് അവരും കൂടെ ഇറങ്ങി കാറിനകത്ത് വന്ന് കയറിട്ട് പാസ്റ്റർ വീട്ടിൽ വരെ ഞങ്ങളെ കൊണ്ട് വിടാം എന്ന് പറയുന്ന വിശ്വാസികളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടായിരുന്ന പാസ്റ്റർ? അങ്ങനെ ആരും ഉള്ളതായി തോന്നുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവേ, നീ പോയിട്ടോ പിന്നെ കാണാമെന്ന് യാത്ര അയക്കുന്ന കർത്താവല്ല. നമ്മുടെ കർത്താവ് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോ ഇസ്രായേൽ ജനത്തോട് ശരി പോ, 40 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ കാണാം എന്ന് പറഞ്ഞ ദൈവമല്ല. രാത്രിയിൽ മേഘസ്തംഭമായി, പകൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിസ്തംഭമായി 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തിന് മുൻപേ നടന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, പ്രിയമുള്ളവരെ, നമുക്ക് മുൻപേ നടക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനകൾ കണ്ട്, പരാജയങ്ങൾ കണ്ട് നാം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. നമുക്ക് മുൻപിൽ ഒരുവൻ പുറപ്പെടുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരുവൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ദാവീദ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനം, യുദ്ധവീരനാകുന്ന ശൗലും യുദ്ധവീരന്മാരാകുന്ന പടയാളികളും എല്ലാവരും ഗോലിയാത്തിനെ കണ്ട 40 രാവും പകലും ഭയന്നു നിന്നപ്പോൾ ദാവീദ് എന്ന ഒരു ബാലൻ മുമ്പിൽ നിന്ന് പറയുകയാണ്, സ്തോത്രം, ഇന്ന് ഞാൻ നിന്നെ കൊന്നിട്ട് നിന്റെ ശരീരം ആകാശത്തിലെ പക്ഷികൾക്കും കുറുനരികൾക്കും മൃഗങ്ങൾക്ക് ഞാൻ ആഹാരമായി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാലനായ ദാവീദ് മുൻപോട്ട് പോവുകയാണ്. എനിക്കൊരു സംശയം, ഈ ദേശത്തിലെ രാജാവാകുന്ന ശൗലിനില്ലാത്തൊരു ധൈര്യം, യുദ്ധവീരന്മാരാകുന്ന ആയുധം കരത്തിലേന്തിയ വീരന്മാരുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ധൈര്യം എങ്ങനെ ഈ ദാവീദിന് വന്നു എന്ന് ചോദിച്ചാൽ ദാവീദ് പറയും, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ, അപ്പൊ ദാവീദിന് അറിയാം, ഞാൻ പുറപ്പെട്ടു പോകുമ്പോൾ ശത്രുവിനെ എതിർത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ അല്ല പോകുന്നത്, എന്റെ മുമ്പിൽ എന്റെ ദൈവമാണ് പുറപ്പെട്ടു ചെല്ലുന്നത്.
പ്രിയമുള്ളവരെ, നമുക്ക് വിരോധമായി ശത്രു എതിർത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ശത്രുവിനെ ഞാൻ എങ്ങനെ ജയിക്കുമെന്ന്. നാം ഭാരപ്പെടണ്ട, നാം നിരാശപ്പെടണ്ട. ശത്രുവിനെ ജയിക്കുന്നത് നമ്മളല്ല. ശത്രുവിനെ ജയിപ്പാൻ ശക്തിയുള്ള ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. നാം പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട്, കർത്താവേ, ഞാൻ വലിയ പ്രതികൂലത്തിന്റെ നടുവിലകപ്പെട്ടിരിക്കുന്നു, വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്, ഈ പ്രശ്നത്തിൽ എനിക്കൊരു വിടുതൽ തരണമേ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ആമേൻ, ഞാൻ പറയട്ടെ, ആമേൻ, വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പർവ്വത സമാനമായ പ്രതികൂലത്തിന്റെ മുമ്പിൽ നാം അകപ്പെടുമ്പോൾ, ആമേൻ, കർത്താവേ, എനിക്കൊരു വലിയ പ്രശ്നമുണ്ടെന്ന് കർത്താവിനോട് പറയുന്നത് നിർത്തിയിട്ട് ഈ വലിയ പ്രശ്നത്തെ നോക്കി നാം പറയണം, ആമേൻ, വലിയ പ്രശ്നമേ, വലിയ പർവ്വതമേ, എനിക്കൊരു വലിയ ദൈവമുണ്ട്. എന്നെ സൂക്ഷിക്കുന്ന, എനിക്ക് ജയം പകരുന്ന, എന്നെ അത്ഭുതമായി നടത്തുന്ന, എന്നെ തകരാതെ വണ്ണം സൂക്ഷിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി സ്തോത്രം സകലതും അവൻ ഒരുക്കി തരുന്ന ഒരു ദൈവം എനിക്കുണ്ടോ എന്ന് ദൈവജനം ധൈര്യമായി വിളിച്ചു പറയണം. ആമേൻ. കർത്താവിന്റെ വചനം അവൻ ഇങ്ങനെ പറയുന്നു, യേശു ആലയത്തിൽ പ്രവേശിച്ചു. യേശു കർത്താവ്, അവൻ ദൈവത്തിന്റെ ആലയം, യേശു ദൈവത്തിന്റെ വചനം പ്രവാചകൻ മൂലമായി ദൈവം അരുളി ചെയ്ത വചനപ്രകാരം ആലയം മഹത്വപൂർണമാകണമെങ്കിൽ ആ ആലയത്തിനകത്ത് യേശു ഉണ്ടായിരിക്കണം. 38 വർഷക്കാലം ബെഥസ്ദ എന്ന കുളത്തിന്റെ കരയിൽ കിടന്ന ഒരു മനുഷ്യൻ, ആമേൻ, വചനം പറയുന്നു, യേശു യെരൂശലേമിൽ വന്നു. യേശു എന്ന് അവിടെ പ്രവേശിച്ചോ 38 വർഷം കിടന്ന കിടക്കയെടുത്ത് അവനെ നടക്കുമാറാക്കി. യേശു കർത്താവ് എന്ന് അവൻ ബഥാനിയ ഗ്രാമത്തിനകത്ത് കാല് വെച്ചുവോ, ആമേൻ, സ്തോത്രം, ബഥാനിയിലെ മാർത്ത മറിയയുടെ കണ്ണുനീര് തുടക്കപ്പെട്ടു. സ്തോത്രം. യേശു വന്നാൽ പ്രശ്നങ്ങൾ മാറും. യേശു വന്നാൽ ശോധനകൾ മാറും. യേശു വന്നാൽ ഭാരങ്ങൾ പിന്നെ നാം വഹിക്കണ്ട. വചനം പറയുന്നു, നിന്റെ സകല ഭാരവും എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഒന്നാമത്, മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ ആമേൻ, യേശു പ്രവേശിച്ച സഭയായി തീരണം. വേഗം വാക്യങ്ങൾ വായിക്കേണ്ട സഹോദര. ആമേൻ. മത്തായി 21-ന്റെ 12. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം, ദൈവത്തിന്റെ വചനപ്രകാരം സഭ മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ, രണ്ടാമത്, ആലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത് പുറത്താക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ ആലയം ശുദ്ധീകരിക്കപ്പെടണം. ചെന്നൈയിൽ, ഞാൻ സഭയുടെ പേരൊന്നും പറയത്തില്ല, ഒരു വലിയ സഭയുണ്ട്, ഇപ്പൊ പുതുതായി പണിയുന്ന സഭയാണ്. അതുപോലെ ചർച്ച് മാത്രമല്ല, അവിടെ ചെന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, ജിമ്മുണ്ട്, പിന്നെ മാട്രിമോണിയൽ ഓഫീസുണ്ട്, റിക്രൂട്ട്മെന്റ് ഓഫീസുണ്ട്. എന്ന് പറഞ്ഞാൽ ആലയത്തിനകത്ത് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് അല്പം ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോയി ജിമ്മിലൊക്കെ ഒന്ന് ഗുമ്മായിട്ട് വരാം. പിന്നെ കുറച്ചു നേരം ഇരുന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം. ഞാൻ ഇത്രേ അറിഞ്ഞുള്ളൂ, ഇനി ബാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതും തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവസഭ സഭയായിരിക്കണം. ദൈവസഭ സഭയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസഭയിൽ ബിസിനസ് അല്ല. ദൈവസഭയിൽ കടന്നു വരുന്നവരുടെ ഒറ്റ ചിന്ത ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതായിരിക്കണം. ദൈവസഭയിൽ കടന്നു വരുന്നവരുടെ ഒറ്റ ആഗ്രഹം പ്രാർത്ഥിക്കണമെന്നുള്ളതായിരിക്കണം. ദൈവസഭയിൽ കടന്നു വരുന്നവരുടെ ഒറ്റ ആഗ്രഹം ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കണമെന്നുള്ളതായിരിക്കണം. അവൻ ദൈവസഭയിൽ കടന്നു വരുന്നവരുടെ ഒറ്റ ആഗ്രഹം ഇന്ന് ഞാൻ കടന്നു പോകുന്നത് പോലെ അല്ല, ഇരട്ടി ശക്തിയോടെ എന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി പോകണമെന്നുള്ളതായിരിക്കണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ആമേൻ, ചില കൺവെൻഷൻ ഗ്രൗണ്ടിലൊക്കെ ചെന്ന് കൺവെൻഷനൊക്കെ ചെന്ന് പോകുന്നത് നല്ല പെണ്ണിനെ നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടിയാണ്.
പറയും ഇന്ന മരത്തിന്റെ ചൂണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് കൺവെൻഷന് പോകുന്നതും ആരാധനയ്ക്ക് പോകുന്നതും ആലയത്തിൽ പോകുന്നതും പെണ്ണ് കിട്ടാനും ചെറുക്കനെ കിട്ടാനും അവൻ ആഹാരം കഴിക്കാനും ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ജിമ്മിൽ പോകാനുമല്ല. അവൻ ദൈവസഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത് പുറത്താക്കപ്പെടണം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവൊരിക്കൽ കനാനിലേക്ക് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ നേതാവായ മോശയോട് ഇങ്ങനെ കൽപ്പിച്ചു, നിങ്ങൾ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള 7 ജാതികളെ നിങ്ങൾ നശിപ്പിക്കണം. ആവർത്തന 71 വായിക്കണം. ആവർത്തന 71. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവും ഉള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നീ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. നിനക്ക് വാഗ്ദത്തം ചെയ്ത പിതാക്കന്മാരുടെ ദേശത്ത് നീ പ്രവേശിച്ചു കഴിയുമ്പോൾ നിന്നേക്കാൾ ബലമേറിയ ജാതികളായ 7 ജാതികളെ നീ നശിപ്പിച്ചു കളയണം. നിനക്ക് അവരോട് കരുണ തോന്നരുത്. ഈ ദൈവത്തിന്റെ അരുളപ്പാടാണ്. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? മോശ മരിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിനകത്ത് പ്രവേശിച്ചു. ജാതികളെ ഒക്കെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം 7 ജാതികളെയും നശിപ്പിച്ചു. എന്നാൽ യോശുവയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങളുടെ വേഗത വായിച്ച് സഹായിക്കണേ. യോശുവ 17-ന്റെ 21-ഉം 22-ഉം. യോശുവ പ്രൈസ് ദി ലോർഡ്. അല്ല, ഞാൻ ഒരു മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 11-ന്റെ 21 സോറി. അക്കാലത്ത് യോശുവ ചെന്ന മലനാടായ ഹെബ്രോൻ, ദബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേലിയ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. അടുത്ത വാക്യം. ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യനും ശേഷിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യോശുവ സകല ജാതികളെ നശിപ്പിച്ചു. എന്നാൽ അവിടുത്തെ എടുത്തു പറയുന്നുണ്ട്, ഗസയിലും ഗത്തിലും അസ്തോദിലും അല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്ത് നിന്നും ഒരു അനാക്യനും ശേഷിച്ചില്ല. അനാക്യരുടെ ഒരു വകഭേദമാണ് ഗസ, ഗത്ത്, അസ്തോദ്. ഉൾഗ്രാമം, പാവപ്പെട്ട ജനങ്ങൾ, അറിവും വിദ്യാഭ്യാസവും യോഗ്യതയുമില്ലാത്ത ജനങ്ങൾ. അവൻ യോശുവയ്ക്ക് അവരോട് കരുണ തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ അവരെ കുറച്ചുപേര് എഴുന്നോട്ടെ, അവര് കുറച്ചുപേര് ജീവിച്ചോട്ടെ. അവര് ജീവിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാർക്ക് പാത്രം കഴുകാനും ആഹാരം ഉണ്ടാക്കാനും വീട്ടിലേക്ക് വിറക് വറുക്കാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ വേലക്കായിട്ട് അവര് ഇരിക്കട്ടെ, കിടക്കട്ടെ എന്ന് ചിന്തിച്ച യോശുവ ഈ 3 ജാതികളെ ശേഷിപ്പിച്ചു. ദൈവത്തിന്റെ കൽപ്പന നീ പൂർണ്ണമായി എന്ത് ചെയ്യണം? നിർമൂലമാക്കണം. നിർമൂലമാക്കേണ്ടതിനെ നിർമൂലമാക്കാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ചിലപ്പോ ചിലരോട് കരുണ തോന്നുന്നത് തന്നെ ഒരു പാവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തവരോട് നമുക്ക് കരുണ തോന്നുന്നത് തന്നെ ഒരിക്കലൊരു ഈ സാമിയെ കുറിച്ച് കേട്ടുണ്ട്. വലിയ താടിയൊക്കെ വളർത്തി, പുള്ളി ഒന്നിനെ കൊല്ലത്തില്ല, എല്ലാത്തിനോട് കരുണയാണ്. ഒരിക്കലും ഒരു ഉറുമ്പ് തന്റെ താടിയുടെ അകത്ത് കയറി.
ഈ ഉറുമ്പിനെ കൊല്ലാൻ പുള്ളിക്ക് ഒരു ഭയങ്കര മടി. പുള്ളി എന്ത് ചെയ്തു? ഇതിനെ എങ്ങനെങ്കിലും കൊല്ലാതെ അതിന്റെ കൂട്ടിക്കൊണ്ടുവിടാം. പുള്ളി എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ ഈ താടി പതുക്കെ എടുത്ത ഈ കൂട്ടിലേക്ക് പൊക്ക ഉറുമ്പെന്ന് പറഞ്ഞ അങ്ങോട്ട് വിട്ടു. അവസാനം കൂട്ടിക്കിടക്കുന്ന ഉറുമ്പെല്ലാം കൂടി ഇങ്ങോട്ട് കയറി ഒന്നിനെ കൊന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം തീർന്നു. അവസാനം എല്ലാത്തിനും കൂടെ ചേർത്ത് ചിലരോട് കരുണ തോന്നുന്നത് തെറ്റാ. ദൈവം നിർമൂലമാക്കാൻ പറഞ്ഞാൽ, നശിപ്പിക്കാൻ പറഞ്ഞാൽ നശിപ്പിക്കുക എന്നതല്ലാതെ ദൈവത്തിനില്ലാത്ത കരുണ എന്തിന് നമുക്ക് തോന്നണം? ദൈവത്തിനില്ലാത്ത കരുണ എന്തിന് യോശുവയ്ക്ക് തോന്നണം? അവസാനം എന്താ സംഭവിച്ചാൽ അറിയാമോ? നമുക്ക് വേഗം 2-3 വാക്കുകളത് വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. ന്യായാധിപന്മാർ 16:1. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന്. എവിടെ? അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് ഒരു വേശ്യയെ കണ്ട അവളുടെ അടുത്ത് ചെന്നു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച ശിംശോൻ. ഇസ്രായേലിന്റെ നടുവിൽ ശിംശോനെ പോലെ ശക്തനായ ഒരുവൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന് മറുപടി. ആമേൻ. ഒരു കഴുതയുടെ താടിയെറിഞ്ഞുകൊണ്ട് ആയിരങ്ങളെ കൊന്നുകൂട്ടിയവനായ അഭിഷിക്തനായ ശിംശോനെ തകർത്തുകളയത്തക്കവണ്ണം, അവന്റെ അഭിഷേകത്തെ നശിപ്പിക്കത്തക്കവണ്ണം ഗസയിൽ ഒരു വേശ്യ സ്ത്രീയെ പിശാച് എഴുന്നേൽപ്പിച്ചു. ഏതാണ് ആ ഗസ? ഒരിക്കൽ നശിപ്പിക്കാൻ ദൈവത്തിന്റെ കൽപ്പനയുണ്ടായിട്ടും കരുണ തോന്നി യോശുവ മൂലമായി നശിപ്പിക്കാതെ വിട്ടുകളഞ്ഞ ദേശത്ത് പിശാച് ഒരു വേശ്യ സ്ത്രീയെ എഴുന്നേൽപ്പിച്ചോ അഭിഷേകം പ്രാപിച്ചവന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 ശമൂവേൽ 17:4. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത്. യോശുവ വിട്ട് പാവപ്പെട്ടവരല്ലേ കിടക്കട്ടെ എന്ന് ചിന്തിച്ച് വിട്ട ഗത്തിൽ നിന്ന് ഇസ്രായേൽ ദൈവജനമാകുന്ന ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിക്കത്തക്കവണ്ണം ഒരു ഗോലിയാത്തിനെ പിശാച് എഴുന്നേൽപ്പിച്ചു. ആമേൻ. വിശദീകരിക്കാൻ സമയമില്ലാത്തവിടെ ആ വേഗം പോകുന്നത്. നമുക്ക് വായിക്കാൻ ശമൂവേലിന്റെ പുസ്തകം 5:1. 1 ശമൂവേൽ 5:1. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ എബനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം അതിനെ ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് ശമൂവേൽ യോശുവ നശിപ്പിക്കാതെ വണ്ണം വിട്ടുകളഞ്ഞ അസ്തോദിൽ പിൽക്കാലത്ത് ഫെലിസ്ത്യരുടെ ഏറ്റവും വലിയ ഒരു പൈശാചിക കേന്ദ്രം. ഇപ്പോ യവനേസറിൽ ഇരിക്കേണ്ട ദൈവത്തിന്റെ പെട്ടകം അസ്തോദിലേക്ക് ശത്രു എടുത്തുകൊണ്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവൻ കരുണയില്ലാതെ നശിപ്പിക്കണം. വചനം പറയുന്നത് യേശുക്രിസ്തു ആലയത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിലെ വേണ്ടാത്തതിനെയൊക്കെ കർത്താവ് പുറത്താക്കി. നമ്മുടെ ജീവിതത്തിൽ നാമാകുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് വേണ്ടാത്തത് എന്തെങ്കിലും ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം നമുക്ക് ബോധം വരുത്തി കഴിഞ്ഞാൽ അത് ഇരിക്കട്ടെ ലാഭമായി തീരുമെന്ന് ഒരിക്കലും ചിന്തിക്കാതെ അവൻ ഇന്ന് ലാഭമായിരിക്കുന്നത് നാളെ നമ്മെയും നമ്മുടെ തലമുറകളെയും തകർത്ത് കളയുവാനുള്ള ശത്രുവാണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കി അതിനെ വിട്ടുകളയുവാൻ, തകർത്തു കളയുവാൻ, അവൻ വിട്ടെറിഞ്ഞു കളയുവാൻ ഇന്ന് രാത്രികാലം ദൈവസഭ ഒരുക്കമുള്ളവരായിരിക്കണം. ആമേൻ. യോശുവ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ഭക്തനാണെങ്കിലും കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ആമേൻ പ്രാർത്ഥനാ വീരനായ ഏലിയാവിന്റെ ഒരു ഭോഷത്വമായ പ്രാർത്ഥനയെ കുറിച്ച് നാം ചിന്തിച്ചതുപോലെ യോശുവ എന്ന ദൈവഭക്തന്റെ ഒരു ഭോഷത്വമായ തീരുമാനം. നാം എത്ര അഭിഷേകം പ്രാപിച്ചവരാണെങ്കിലും ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ഭോഷത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്.
സ്തോത്രം. ആമേൻ. ഒരു പക്ഷേ നാം അറിയാതെ നാം 24 മണിക്കൂറും രാത്രിയും പകലും ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ നാം ദൈവത്തോട് ചോദിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ നല്ലതാ എന്ന് തോന്നുന്നത് നാം ചെയ്ത് കഴിഞ്ഞാൽ ആമേൻ അത് തലമുറകൾക്കും ആമേൻ വലിയ ശാപമായി തീരുമെന്ന് യോശുവയുടെ തീരുമാനത്തിന്റെ ചരിത്രം നമുക്ക് എടുത്തു കാട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ആലയം മഹത്വപൂർണമായ പുതിയ നിയമ സഭയെ ആമേൻ മഹത്വപൂർണമായ സഭ മുമ്പിലത്തെ സഭയേക്കാൾ ആമേൻ മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ ഒന്നാമത് യേശു അകത്ത് പ്രവേശിക്കണം, രണ്ടാമത് അകത്തുള്ളതൊക്കെ പുറത്തു പോകണം. ഇവിടെ ആമേൻ സ്തോത്രം. യേശു ആലയത്തിൽ ഇല്ല, വേണ്ടവൻ അകത്തില്ല, വേണ്ടാത്തതൊക്കെ അകത്തുണ്ട്. വേണ്ടവർ അകത്ത് വരുമ്പോ വേണ്ടാത്തതൊക്കെ പുറത്തു പോകും. ആമേൻ. ആലയത്തിൽ നിന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. വേഗം 1-2 വാക്കുകൾ വായിച്ചിട്ട് ആമേൻ നമുക്ക് നിർത്താം. അതില് മത്തായിയുടെ സുവിശേഷം 21-ന്റെ 12-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാണ്. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് അവരോട് എന്റെ ആലയം. കർത്താവ് പറയുകയാണ്, ഇത്രയും നാൾ ഈ ആലയം കള്ളന്മാരുടെ ഗുഹയായിരുന്നു, വാണിഭക്കാരുടെയും വ്യാപാരികളുടെയും കേന്ദ്രമായിരുന്നു യേശു അകത്ത് വരുന്നത് വരെ. എന്നാൽ യേശു എന്ന് അകത്ത് വന്നോ കർത്താവ് ഇപ്പോൾ തന്റെ നെഞ്ചിൽ തട്ടി പറയുകയാണ്, ഇത് എന്റെ ആലയം. ഇന്ന് രാത്രികാല പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും ചൂണ്ടി പറയാൻ ആഗ്രഹിക്കുക, നീ എന്റെ ആലയമാണ്, നീ എന്റെ പൈതലാ, നീ എന്റെ അഭിഷിക്തനാ. അവൻ ഞാൻ നിന്നെ എന്റെ മഹത്വപൂർണമായ സഭയാക്കി തീർക്കും. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, എന്റെ സഭ, എന്റെ സഭയിൽ ഇത്ര വിശ്വാസിയുണ്ട്, എന്റെ സഭയിൽ ഇത്ര വരുമാനമുണ്ട്, എന്റെ സഭയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ദൈവദാസന്മാർക്ക് ഈ ലോകത്തിൽ ആർക്കും സഭയെ നോക്കി എന്റെ സഭയെന്ന് പറയാൻ അധികാരമില്ല. അവൻ സഭ കർത്താവിന്റെയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും എന്റെ സഭയെന്ന് പറയാൻ അവൻ ചോര കൊടുത്തതല്ല. നമ്മുടെ കർത്താവ് ചോര കൊടുത്ത രക്തം ചിന്തി വീണ്ടെടുത്ത ദൈവസഭ. കർത്താവ് പറയുന്നു, സഭ നിന്റെതല്ല, സഭ എന്റേതാ. യേശുവിന്റെ കരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത അവൻ കർത്താവ് പറയും, ഇനി നീ എന്റെതാ, ഇനി നിന്നെ നടത്തുന്നത് ഞാനാ, ഇനി നീ എന്റെതാ, നിന്റെ പ്രതികൂലങ്ങളെ ജയിപ്പാൻ ശക്തി പകരുന്നത് ഞാനാ, ഇനി നീ എന്റെ സഭയാ, ആമേൻ, നിന്നെ മഹത്വപൂർണ്ണമാക്കി തീർക്കുന്നത് ഞാനാണ്. ആമേൻ, ഇനി നീ എന്റെ സഭയാണ്, നിന്നെ കൊണ്ട് പ്രവർത്തിക്കുന്നത് ഞാനാണ്. ഇത്രയും നാൾ സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിച്ച ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, അവൻ എന്റെ സഭ. ഇന്ന് രാത്രിയിൽ നമ്മളെ എല്ലാവരെയും നോക്കി കർത്താവ് പറയണം, അവൻ നീ എന്റെ സഭയാ. അത്രയും ഭാഗ്യം നമുക്ക് വേറെ എന്തോ ഉണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മളെയൊക്കെ നമുക്ക് ഒരു ലോകത്തിൽ അല്പം ആമേൻ പദവിയോ അല്പം ഉയർച്ചയോ ഉള്ളവരൊക്കെ നോക്കി നമ്മളെ നോക്കി, ആമേൻ, ഇവൻ എന്റെ സഹോദരനാ, അല്ലെങ്കിൽ ഇവൻ എന്റെ മകനാ, അല്ലെങ്കിൽ ഇവനെ എനിക്ക് അറിയാമെന്നൊക്കെ പറയും. നമുക്ക് എന്തൊരു സന്തോഷമാണ്. എന്നാൽ സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് പടച്ച സദാമേൻ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രിയിൽ നമ്മെ നോക്കി വിളിച്ചു പറയണം, നീ എന്റെ മകനാ, നീ എന്റെ സഭയാ, നീ എന്നാൽ നടത്തപ്പെടുന്നവനാണ്, നിന്നെ ഞാൻ എന്റെ കരത്തിൽ വഹിക്കുന്നു, ഇനി നിന്റെ ഭാരം ഞാൻ ചുമക്കും. ആമേൻ. കർത്താവ് പറയുകയാണ് അടുത്ത വാക്യം അതേ വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, ആമേൻ, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് എന്റെ ആലയം. ആ വാക്യത്തിൽ വായിച്ചു, എന്റെ ആലയം പ്രാർത്ഥനാലയം, എന്റെ ആലയം പ്രാർത്ഥനാ ആലയമെന്ന് വിളിക്കപ്പെടും. ഇത്രയും നാൾ ഈ ആലയം കള്ളന്മാരുടെ ഗുഹയായിരുന്നു യേശു പ്രവേശിക്കുന്നതിന് മുമ്പ്. എന്നാൽ ഇപ്പൊ കർത്താവ് പറയുക, ഞാനങ്ങോട്ട് പ്രവേശിച്ചു, ഇനിയും ഈ ആലയം പ്രാർത്ഥനാ ആലയം എന്ന് വിളിക്കപ്പെടും. രാത്രിയിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ എങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന അറിയാമോ? പ്രാർത്ഥനാ ആലയം, പ്രാർത്ഥനാ ആലയം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സലോമോൻ ദൈവത്തിന്റെ പാദത്തിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന് ആലയത്തിൽ തീ
അവൻ സ്വർഗത്തിൽ തീ ഇറങ്ങിയെങ്കിൽ പ്രാർത്ഥന ആലയങ്ങളാകുന്ന നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. ഹല്ലേലൂയ. അവൻ പഴയ നിയമ ഭക്തനായ ശലോമോൻ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ. അവൻ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെങ്കിൽ നിങ്ങളും ഞാനും വീണ്ടെടുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടല്ല. അവൻ മാനവജാതിയുടെ പാപത്തെ തന്റെ ശിരസിൽ തുറന്നൊഴിക്കുവാൻ സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഏകപുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയെങ്കിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങണം. ഹല്ലേലൂയ. നിങ്ങളും ഞാനും സ്വർഗത്തിൽ നിന്ന് തീയിറക്കുന്ന പ്രാർത്ഥനാ വീരന്മാരായി മാറട്ടെ. പഴയ നിയമത്തിലെ ഭക്തൻ അവൻ ശലോമോൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസൻ. പുതിയ നിയമത്തിലെ അവൻ നാം ദൈവത്തിന്റെ ദാസന്മാരല്ല. അപ്പാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ സ്വന്തം മക്കളാണ് നാം. അവൻ ദൈവത്തിന്റെ ദാസനായ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം മക്കളായ നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ അഗ്നി ദൈവസഭയുടെ നടുവിൽ ഇറങ്ങണോ? അവൻ അതാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ആമേൻ ആമേൻ. ആ മുമ്പിലത്തെ ആലയത്തെക്കാൾ ഏത് സഭയിൽ പ്രാർത്ഥനാ വീരന്മാരോടോ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇത്രയും പേര് കൂടി വന്നിട്ടുണ്ടല്ലോ. നിങ്ങളും ഞാനും ആമേൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ ആമേൻ പ്രാർത്ഥനാ വീരന്മാരാ, പ്രാർത്ഥിക്കുന്ന സഭയാ. ആമേൻ. ഇത്രയും സഭകൾ ഇവിടെ ഒരുമിച്ച് ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ശലോമോൻ എന്ന ഏക മനുഷ്യന്റെ പ്രാർത്ഥനയുടെ നടുവിൽ അഗ്നി ഇറങ്ങിയെങ്കിൽ അതിന്റെ 10 മടങ്ങ് നിങ്ങളും ഞാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ അഗ്നി ഇറങ്ങണം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ 21-ാം വാക്യം വായിച്ചത് വീണ്ടും വായിച്ചു നിർത്താം. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറയുന്നു. മുരുടന്മാരും മുടന്തന്മാരും യേശുക്രിസ്തു ആലയത്തിനകത്തു വന്നപ്പോൾ കുരുടന്മാരും മുടന്തന്മാരും ഇത്രയും നാൾ കുരുടന്മാരും മുടന്തന്മാരും രോഗികളും ഭൂതം പിടിച്ചവരും പാവകളും അശുദ്ധരും ഒക്കെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. അവര് പാപികളായി വന്നു, പാപികളായി പോയി. രോഗികളായി വന്നു, രോഗികളായി പോയി. മുടന്തന്മാരായി മുടന്തി വന്നു. അവൻ ആരാധന കഴിഞ്ഞ മുടന്തന്മാരായി മുടന്തി പോയി. കുരുടന്മാരായി വന്നു, കുരുടന്മാരായി പോയി. എന്നാൽ യേശു ക്രിസ്തു എന്ന ദൈവാലയത്തിനകത്ത് പ്രവേശിച്ച അവൻ ദൈവാലയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവോ? ദൈവത്തിന്റെ വചനം പറയുന്നു, രോഗികൾ അകത്തു വന്നു, രോഗികളായി മടങ്ങിയില്ല, സൗഖ്യം പ്രാപിച്ചവരായി മടങ്ങി. കുരുടന്മാരകത്തു വന്നു, കുരുടന്മാരായും മടങ്ങിയില്ല, കണ്ണു തുറക്കപ്പെട്ടവരായി മടങ്ങി. ഹല്ലേലൂയ. മുടന്തന്മാർ വന്നു, അവൻ മുടന്തന്മാരായി മടങ്ങിയില്ല, സൗഖ്യം പ്രാപിച്ചവരായി മടങ്ങി. യേശു അവൻ സഭയുടെ അകത്തുണ്ടെങ്കിൽ അവിടെ വിടുതലുകൾ സംഭവിക്കും. പ്രാർത്ഥന ദൈവസഭയിലുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. അവൻ ഞാൻ പറയട്ടെ, 21-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയുള്ള സഭയാകണം? രോഗികൾ അകത്തു വരണം, രോഗസൗഖ്യം പ്രാപിച്ചു മടങ്ങണം. നമ്മളൊക്കെ ഒറ്റ വിഷയത്തിന് വേണ്ടി ഒറ്റ വർഷം പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഷയമാണ് എന്റെ ഭാര്യ സഹോദരന്റെ വിഷയത്തിന് വേണ്ടി. എന്റെ ഹൃദയത്തെ കഴിഞ്ഞ നാളുകൾ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ആമേൻ. ഞാനത് പുറത്തു പറയുന്നില്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇത്രയും എന്റെ ഭാര്യയൊക്കെ തൃപ്തി കൊണ്ട് പറയും, ആമേൻ, മരണക്കിടക്കയിൽ കിടന്നതാ, ജീവിക്കുന്ന ഒരു സാധ്യതയില്ല. എന്നാൽ കർത്താവ് ഇത്രത്തോളം വിടുതൽ നൽകിയല്ലോ. നമ്മൾ അങ്ങനെ പറയാറില്ലേ, ഇത്രത്തോളം വിടുതൽ
സൗഖ്യമാക്കിയല്ലോ. കർത്താവ് അങ്ങനെ ഒരു വിടുതൽ തരുമോ? ഇത്രത്തോളം ഉള്ളൊരു വിടുതൽ കർത്താവ് ഇവിടെ നിന്ന് തന്നിട്ടുണ്ടോ? 3.5 വർഷക്കാലം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ആമേൻ ഒരു 10% നിനക്ക് വിടുതൽ തരാം, പിന്നെ കുറച്ചുനാൾ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10% കൂടെ തരാം, പിന്നെ പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു 10% കൂടെ തരാമെന്ന് കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. എന്റെ യേശു കർത്താവ് ഒരിക്കൽ നൽകിയാൽ 100% തരും. അതാണ് യേശുവിന്റെ സൗഖ്യം. അല്പം കൊടുക്കുന്നവർ മനുഷ്യരാണ്. നമ്മളോടൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് ആമേൻ, ഞങ്ങളുടെ സഭയിലൊക്കെ ഒത്തിരി പാവപ്പെട്ടവരുണ്ട്, ഒത്തിരി പേര് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മുന്നിൽ വരും. അപ്പൊ ഞാനും എന്റെ ഭാര്യയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനം എടുത്തു, ആര് വന്ന കടം ചോദിച്ചാലും ആര് വന്ന് കടം ചോദിച്ചാലും കടം കൊടുക്കത്തില്ല. കാരണം ഞങ്ങൾ ഒത്തിരി കടം കൊടുത്തു, ഇല്ലായ്മയുടെ നടുവിൽ ഒത്തിരി കടം കൊടുത്തു. കടം വാങ്ങിക്കുന്നവർ പിന്നെ എന്ത് ചെയ്യുന്നില്ല, സഭ വരത്തില്ല. കാരണം പാസ് തിരിച്ച് ചോദിക്കുമോ എന്ന് വിചാരിച്ച സഭ കിട്ടും. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇനി ആർക്കും കടം കൊടുക്കത്തില്ല. ആരെങ്കിലും ആവശ്യത്തോടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ സാധിക്കുന്നത് കൊടുക്കുക, പിന്നെ ഒരിക്കലും തിരിച്ച് പ്രതീക്ഷിക്കരുത്. 1 ലക്ഷം വേണം പാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു 5000 കൊടുക്കും. നമ്മളൊക്കെ എങ്ങനെയാ? ഞങ്ങളൊക്കെ എങ്ങനെയാ? ചോദിക്കുന്ന മൊത്തം കൊടുക്കത്തില്ല. 1 ലക്ഷം ചോദിച്ചാൽ 5000-10,000 കൊടുക്കും, അത്രേ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ എങ്ങനെയാ? പക്ഷേ നമ്മുടെ കർത്താവ് രോഗസൗഖ്യം വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് തരാം, ബാക്കി പിന്നെ തരാമെന്ന് ഒരിക്കലും പറയത്തില്ല. കർത്താവ് തൊട്ടാൽ സൗഖ്യമാണ്. അല്പസൗഖ്യമല്ല, പൂർണ്ണ സൗഖ്യമാണ് ദൈവം നൽകുന്നത്. ഒരുവൻ മുടന്തനായി അകത്തു വന്നു, അവൻ വല്ലാതെ മുടന്തി വന്നു. തിരിച്ചു പോയപ്പോ കുറച്ച് മുടന്തിപ്പോയി. അവനൊരു സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടി അകത്തു വന്നു. പോയപ്പോ സ്ട്രക്ചർ ഇല്ല, പക്ഷേ മുടന്തിയ ബോധം എന്ന് പറഞ്ഞാൽ അവന് ലഭിച്ച സൗഖ്യം കർത്താവ് നൽകിയ സൗഖ്യം അല്ലല്ലേ. എന്റെ യേശു കർത്താവ് സൗഖ്യം നൽകിയാൽ 100% സൗഖ്യമാണ്. മരിച്ചു നാറ്റമടിച്ച ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് ലാസറെ പുറത്തു വന്നു പറഞ്ഞപ്പോ അവൻ മുടന്തിയും കുനിഞ്ഞും കൂനിയൊന്നും അല്ല വന്നത്. അവൻ 100% വിടുതൽ പ്രാപിച്ച ജീവൻ പ്രാപിച്ചവൻ മടങ്ങി വന്നു. എങ്കിൽ എന്റെ കർത്താവിന്റെ സൗഖ്യം അങ്ങനെയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, യേശു അകത്ത് പ്രവേശിച്ച ദൈവസഭയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം. എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്ന സഭ എന്ത് സഭയാണ്? മഹത്വപൂർണമായ സഭ. മഹത്വപൂർണമായ സഭ. മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ യേശു അകത്ത് പ്രവേശിക്കണം. മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ ആമേൻ അശുദ്ധികൾ നീങ്ങി വിശുദ്ധീകരിക്കപ്പെട്ട സഭയായി മാറണം. അവൻ മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ സഭ പ്രാർത്ഥിക്കേണ്ട സഭയായി തീരണം. അവൻ മഹത്വപൂർണമായ സഭയായി തീരണമെങ്കിൽ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. ഒറ്റമാറ്റികൊടുത്തവൾ പറയുന്നുണ്ട്, അവൻ യേശു കർത്താവ് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ബാലന്മാരും അതിന്റെ സഹോദര, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോസന്ന എന്ന ദൈവാലയത്തിൽ ആക്കുന്ന ബാലന്മാർ നമ്മുടെ ആലയത്തിനകത്ത് വരുന്ന ബാലന്മാരും ആമൻ കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആമൻ മൊബൈൽ കളിക്കുന്നവരും ഗെയിം കളിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നവരുമായി തിരിക്കാൻ പാടില്ല. അവൻ യേശു അകത്തുള്ള സഭയിലുള്ള ബാലന്മാരും കുട്ടികളും അവരെ യഹോവയ്ക്ക് ഹോസന്ന, ദാവീദ് പുത്രന് ഹോസന്ന, ദൈവത്തിന് സ്തുതിയെന്ന് ആത്മാവിൽ ആരാധിക്കുന്നവരായി തീരണം. അവൻ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഒരു നിമിഷം ഏൽപ്പിക്കാം. കർത്താവേ, അവിടുത്തെ വാഗ്ദത്ത പ്രകാരം മഹത്വപൂർണമായ സഭയായി എന്നെ ഇന്ന് പകൽക്കാലം നീ ഒന്ന് മാറ്റണമല്ലോ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് വരെ ഞങ്ങൾ ആയിരുന്ന അനുഭവമല്ല കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് അവൻ ഞങ്ങളുടെ സകല നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ കർത്താവ് വീണ്ടും ശക്തിയോടെ പ്രവേശിപ്പോ
ആമേൻ. ആമേൻ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ. രാത്രികാലം അകറ്റിക്കൊള്ളുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. ഒരു പ്രാർത്ഥനാ വീരനായി, പ്രാർത്ഥനാ വീരനായി, ആമേൻ, കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങുന്ന പാത്രമായി തീരുവാൻ ആമേൻ. ദൈവമേ, ഇന്ന് രാത്രികാലം ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണം. അവിടുത്തെ വാഗ്ദത്ത പ്രകാരം ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2:7-9 വാക്യത്തിൽ പറയുന്ന ദൈവസഭയായി ഞങ്ങളെ അവിടുന്ന് മാറ്റണമേ, രൂപാന്തരപ്പെടുത്തണമേ. കൃപയുടെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിന്റെ തിരുനാമത്തിൽ, നല്ല പിതാവേ. ആമേൻ. 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 ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനും ദൈവസഭയ്ക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ